പക്ഷേ CPM ഇത് കള്ളൊപ്പാണ്, ഇത് ഇവരിട്ടതല്ല എന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും മുന്നിൽ വെച്ച് ആക്ഷേപിച്ചു. പിന്നെ എനിക്ക് വല്ലാത്തൊരു വിഷമം തന്നെ സംഭവിച്ചു. അപ്പം തന്നെ അവരത് റിജക്റ്റ് ചെയ്തു. അദ്ദേഹം അപ്പം തന്നെ അത് റിജക്റ്റ് ചെയ്തു. പിന്നെ പെട്ടെന്ന് എന്നാ പറയണ്ടേ, അദ്ദേഹം വേറെ വിളിച്ചു ചോദിക്കാനൊന്നും നിന്നില്ല, അപ്പം തന്നെ അത് റിജക്റ്റ് ചെയ്തു. കുറെ പേര് എല്ലാവരും കുറെ അവരുടെ CPM കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി വളഞ്ഞിട്ട പോലെയായിരുന്നു എന്നോട് പെരുമാറിയത്. അതെ, ഇന്നലെ എല്ലാവരുടെയും മുന്നിൽ പോയി അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ ഒപ്പിട്ടത്. സമ്മതപത്രം വായിക്കുന്ന ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മലപ്പട്ടത്ത് എപ്പോഴും ഭീഷണിയും തന്നെയാണ്, എപ്പോഴും സ്ഥിരമുള്ള ഇത് തന്നെയാണ്. ഇപ്പം പത്രിക കൊടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്നായിരുന്നു തീരുമാനിച്ചത്. അന്നേരം ഭീഷണി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മളെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ എനിക്കതൊന്നും പെട്ടെന്ന് ഇത് എത്ര പരിചയമില്ലാത്ത ഇതായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് പഞ്ചായത്ത് എത്തിയ അവിടെ തന്നെ എല്ലാവരും കൂടി വട്ടം കൂടി എന്നെ ഭീഷണിപ്പെടുത്താൻ തന്നെയായിരുന്നു ശ്രമിച്ചത്. ഞാൻ അവിടെ നിന്ന് റിജക്റ്റ് ആയെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ അവര് എന്റെ എതിരാളിയെ വിജയെ പ്രഖ്യാപിച്ച് സീറ്റ്സ് ഒക്കെ വിതരണം ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഈ കുട്ടിയുടെ ഒപ്പം തന്നെയാണ്, എന്റെ മുന്നിൽ തന്നെയാണ് ഇത് ഒപ്പിട്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ മുഖവിലേക്ക് കൊള്ളുന്നില്ല. അതെ, ഭീഷണി തന്നെ. അതെ, ഭീഷണി തന്നെ. അയാള് അദ്ദേഹത്തെയും എന്താ പറയണ്ടേ, വലിയ രീതിയിൽ വട്ടം കൂടി ഇരുന്നിട്ട് ഒച്ച ഉണ്ടാക്കുമായിരുന്നു, ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവിടെ ഈ റിട്ടേണിംഗ് ഓഫീസറെ മുറിയിൽ സൂക്ഷ്മ പരിശോധനക്ക് പരിമിതമായ ആൾക്കാരാണ്. അതായത് രണ്ട് സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ അയാൾ നിർദ്ദേശിച്ചവര്, അല്ലെങ്കിൽ അവരെ ചീഫ് ഏജന്റ് എന്നിവരെ ഉണ്ടാവാൻ പാടില്ലോ. പക്ഷെ ഈ ഓഫീസ് മുഴുവൻ CPM ആ പ്രാദേശിക നേതാക്കന്മാർ മുഴുവൻ അവിടെ അങ്ങനെ അത് തന്നെ അനധികൃതമാണ്. അവരാരും മുറിയിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടുള്ളതല്ല. അവിടെ വെച്ചിട്ടാണ് ഈ ഭീഷണിയും സമ്മർദ്ദമല്ലോ. അതിൽ പ്രധാന കാരണം വേറെ ഒന്നുണ്ട്. മലപ്പട്ടത്ത് 14 വാർഡാണ് ആകെ ഉള്ളത്. ആ 14 വാർഡിലും നമ്മൾ UDF നോമിനേഷൻ കൊടുത്താൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ ചെയ്യാൻ അനുവദിക്കാറില്ല. ഇതുപോലുള്ള സമ്മർദ്ദവും ഭീഷണിയും കൊണ്ട് പല ആൾക്കാരും മുന്നോട്ട് വരാറില്ല. ഇത്തവണ നമ്മൾ 12 സ്ഥലത്ത് നോമിനേഷൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 2 സ്ഥലത്ത് മാത്രമേ ഇതുപോലുള്ള ഭീഷണി കൊണ്ടാണ് അവർ മുന്നോട്ട് വരാതിരുന്നത്.